വിൻസെന്റ് ഫ്രാൻസിസ്. ഇപ്പം 67. കടലിൽ പോകുന്നില്ലേ ഇപ്പം? പോയിക്കൊണ്ടിരുന്ന് അങ്ങനെ 72 മുതൽ ഇങ്ങോട്ട് 96 വരെ പോയി. 35 വർഷത്തോളം. അന്നെന്ന് പറയുന്നത് നമ്മൾ ഫിഷിങ് ബോട്ടിൽ പോകുമ്പം റോളിംഗ് നിരോധനം ഇല്ല. നമ്മുടെ കരുണാകരൻ സാർ ഇരിക്കുമ്പോഴാണ് ആദ്യത്തെ റോളിംഗ് നിരോധനം വരുന്നത്, 21 ദിവസത്തെ. അത് കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ട് പിന്നെ പരീക്ഷണങ്ങളും പിന്നെ കമ്മീഷണർ അന്വേഷണം വെച്ചിട്ടാണ് പിന്നെ ഇങ്ങോട്ട് തുടർന്ന് വന്ന സർക്കാരുകൾ പിന്നെ നിരോധനം വെച്ചത്. അപ്പം നിരോധനത്തിന് 45 ദിവസം, ആദ്യത്തെ കരുണാകരൻ സാർ ഇരിക്കുമ്പോൾ 21 ദിവസമാണ് റോളിംഗ് നിരോധനം ഉണ്ടായിരുന്നത്. പിന്നെ അത് 1 മാസമായി, പിന്നെ 1.5 മാസമായി, ഇപ്പം 52 ദിവസമാണ് നിലവിൽ. പിന്നെ പഴയതുപോലുള്ള സീസൺ ഒന്നും ഇല്ല ഇപ്പം. അത് അഴി കൂടി തന്നെ പോകും, ഹാർബറിൽ കൂടി, നീണ്ടകര ഹാർബറിൽ. ഒറ്റ ഹാർബറേ ഉള്ളു, കായംകുളം ഹാർബറൊന്നും ഇല്ല. അത് ഒറ്റ ഹാർബറേ ഉള്ളു, ശക്തികുളങ്ങര ഹാർബർ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ തടി ബോട്ടാ. അതിപ്പോ വികസിച്ച് ഇരുമ്പായി, സ്റ്റീലായി, ഇവിടം വരെ എത്തി. ഫൈബർ എന്ന് പറയുന്നത് നമുക്ക് വള്ളമാണ്, അത് ചെറിയ വഞ്ചികൾ. അത് നമുക്ക് പാറയില്ലാത്ത സ്ഥലത്ത് എടുക്കാൻ പറ്റും. അതേസമയം ബോട്ട് 6 ഹാർബറിൽ കൂടിയേ കയറത്തുള്ളൂ. അത് ആദ്യ കാലത്തൊക്കെ ഒറ്റ ദിവസം പോവും, പിന്നെ അത് 2 ദിവസമായി, ഇപ്പൊ ഒരാഴ്ചയൊക്കെ ആവും. ഇപ്പൊ ഇപ്പോഴത്തെ ബോട്ടെന്ന് പറയുന്നത് ഒരാഴ്ചയൊക്കെ കടലിൽ കിടന്ന് പണിയുന്ന ബോട്ടുകളാണ്. അന്ന് കണ്ടമാനം മീൻ കിട്ടുമായിരുന്നു. അത് ദൂരെ പോകണ്ട, നമുക്കൊരു 10 നോട്ടിക്കൽ അകലെ നിൽക്കുമ്പോഴത്തേന് നമുക്ക് മീനിനൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ 90 നോട്ടിക്കല്, 100, 120 വരെയൊക്കെ പോകും. ഇപ്പൊ ഇവിടെ എങ്ങും ഒന്നും ഇല്ല. അതിര് കടന്നു പോകും, ശ്രീലങ്കയിലൊക്കെ പോകും. നമ്മൾ സിലോണിലൊക്കെ അങ്ങ് ഒഴുകി പോകുന്നു പറയുന്നില്ലേ, അങ്ങനെയൊക്കെ പോകുന്ന. പിന്നെ അന്ന് നമുക്ക് കരയുമായിട്ട് ബന്ധപ്പെടാനുള്ള മൊബൈലോ വയർലെസ്സോ GPS ഒന്നുമില്ല. ഇപ്പൊ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പിന്നെ ഇപ്പം ഇന്നലത്തെ പേപ്പറിൽ കിടക്കുന്നത്, ഇപ്പൊ കരയുമായിട്ട് ബന്ധപ്പെടാനുള്ള പുതിയ മെഷീൻ എല്ലാ ബോട്ടിലും ഘടിപ്പിക്കണമെന്നും പറഞ്ഞു. ഇന്നലത്തെ പേപ്പറിലാന്ന് തോന്നുന്നു. അന്ന് ദിശ കണ്ടെന്ന് പറഞ്ഞാല് നക്ഷത്രം, നമ്മള് വെളുപ്പിനെ പോകുമ്പോഴത്തേന് 4 മണിക്ക് ഒരു വെള്ളി ഉദിക്കും. വെള്ളി എന്ന് പറഞ്ഞാൽ നല്ല വെള്ളി നക്ഷത്രമാണ്. ഇത് കണ്ടിട്ടാണ് നമ്മൾ സമയം കറക്റ്റ് ചെയ്യുന്നത്. അത് കണ്ടിട്ട് നമ്മൾ പടിഞ്ഞാറോട്ട് പോകുന്നത്. കിഴക്കുന്നാണ് വെള്ളി വരുന്നത്, പടിഞ്ഞാറോട്ട് പോകും. തിരിച്ച് ഒരു 3 മണി 4 മണിയാകുമ്പോൾ നമ്മൾ കിഴക്കോട്ട് വരുന്നതെന്ന് പറയുന്നത് കടലിന്റെ തിര കിഴക്കോട്ടല്ലേ ഓടിയോ. ആ തിരയുടെ ഇത് വെച്ചിട്ടാണ് കയറി വരുന്നത് വൈകുന്നേരം. മാരി എന്ന് പറയും, ഞങ്ങളുടെ കടൽപ്പണിക്കാർ പറയുന്ന മാരി ഈ മറിഞ്ഞു വരുന്ന സമയം കിഴക്കോട്ടെ ഓടി. അത് വെച്ചിട്ടാണ് നമ്മൾ കരയിലോട്ട് വരുന്നത്. മാരി കടല് പൊങ്ങി അതിനാണ് മാരി എന്ന് പറയുന്നത്. അതെ, അന്നും മീനെന്ന് പറയുന്നത് ഒരുപാട് മീനുകൾ ഇപ്പൊ ഇല്ല. അന്ന് തേട് കിട്ടും, ഏട്ട. പിന്നെ 72, 73 തോന്നുന്നു സുനാമിന് വലിയ ഇത് വന്നത്, കാറ്റ് വന്ന് ചുഴലിക്കാറ്റ് വന്നു. 10 ചുഴലിക്കാറ്റ് വരുമ്പം പ്രതീക്ഷിക്കാതെ ഞങ്ങളൊക്കെ പോകുന്ന സമയമാണ്. ഒരു 10 മണിയായപ്പോൾ നല്ല ഇതായിട്ട് കിടന്നു. അത് കഴിഞ്ഞിട്ട് പ്രകൃതിയുടെ ഒരു മാറ്റം വന്ന് അങ്ങ് കണ്ടമാനം കണക്കില്ലാത്ത ബോട്ടുകൾ കണക്കില്ലാത്ത ആളുകൾ മരിച്ചുപോയി. പ്രതീക്ഷിക്കാതെ വന്ന അത് ഈ അടുത്തൊക്കെ നിന്ന് ബോട്ടുകാർ അന്നേരം തന്നെ ഓടിയൊക്കെ കര വന്നു. ഞങ്ങളൊക്കെ അങ്ങ് തോട്ടപ്പള്ളി, ആലപ്പുഴ പോലൊക്കെ ഞങ്ങൾ അവിടെ കയറിക്കണ്ട് നീന്തി പോയി. പിന്നെ വന്ന ബോട്ടുകളൊക്കെ അന്ന് താരുമായിരുന്നു. അന്ന് കണ്ടമാനം ആൾ, കണക്കില്ലാത്ത ഒരുപാട് പേര്. അന്നും ചുഴലിക്കാറ്റ് യാദർശ്യമായിട്ടുണ്ടാവും. അത് അന്നേരം നമുക്ക് അറിയാൻ പറ്റും, ഓടി വരാൻ പറ്റും. ഇപ്പൊ അങ്ങനെയില്ല. ഒരാഴ്ചത്തെ പണിക്ക് പോകുമ്പോൾ പെട്ടെന്നൊന്നും കര വന്ന് എത്തക്കട്ടില്ല. ഇത് പാഞ്ഞുകടിയനെന്നും പറഞ്ഞൊരു മീനുണ്ട്, അതൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്ത് കടലിൽ ചെന്നാ കാണാതെ അപൂർവമായിട്ട്. പിന്നെ ഇവിടെ കാവനാട് കമ്പളത്തിൽ വരുന്നുണ്ട് വിഴിഞ്ഞത്തുനിന്ന് മീൻ. പഴയ കാലത്തെ മീനൊന്നും ഇല്ല ഇപ്പം. പിന്നെ ചെമ്മീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പഴയ കാലത്ത് തന്നെ ഇപ്പോഴും ഉള്ളത്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇപ്പൊ പുതിയതായിട്ടൊന്നും ഈ പുല്ലൻ കൊഞ്ചുണ്ട്, പ്ലാസ്റ്റിക് കൊഞ്ചെന്ന് പറയും. അത് നമ്മുടെ 90, 100 അതിനപ്പുറത്ത് പോയി പിടിക്കുന്ന സമയത്താണ് പ്ലാസ്റ്റിക് കൊഞ്ചെന്ന് പറയും. അതിന്റെ തൊലി പ്ലാസ്റ്റിക് പോലെ ഇരിക്കുക, കണ്ടാൽ അത് മെഴുകി കണക്കിരിക്കും. അതൊക്കെ പ്ലാന്റുകളിലൊക്കെ കയറ്റിവിട്ട് അവരുടെ 1 വർഷം കയറ്റിവിടുന്ന ഇത് എക്സ്പോർട്ടിങ് ഉണ്ടല്ലോ, അതൊക്കെയാണ് കയറ്റിവിടുന്നത്. പണ്ടതൊന്നുമില്ല, പ്ലാസ്റ്റിക് കൊഞ്ചൊന്നുമില്ല. അങ്ങനെ അറിയാൻ പറ്റത്തില്ല നമുക്ക്. അത് ഈ ഇപ്പൊ പോകുന്ന ഫ്ലൈവർ വള്ളക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റും, അല്ല ബോട്ടുകാർക്ക് മീൻ ഇന്നടുത്ത് ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഒരു ലക്ഷ്യം, ഇപ്പൊ ഇന്ന് പോയി നമുക്ക് എന്തെങ്കിലും തുക കിട്ടുകയാണെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിന് നമ്മൾ കൊണ്ട് ചെന്നിട്ട് പിറ്റേന്നും വരും. ചിലപ്പോൾ അവിടെ അത് കാണണമെന്നില്ല. അത് ഈ വെള്ളത്തിന്റെ ഒഴുക്ക്
മനസ്സിലായി. ഇപ്പം നമ്മൾ ഇവിടം പോലെ ഒരു 20-25 എന്ന് പറയുന്നത് ഒരു ഉടക്കുള്ള സ്ഥലമാണ്. ടൈറ്റാനിയം പോലെ 26 പണ്ട് ഒരു ഹെലികോപ്റ്റർ താന്നിരിപ്പുണ്ട്. അപ്പോൾ അത് അവിടെ ചെല്ലുമ്പോഴത്തേനും നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഈ വെള്ളം അളന്ന് നോക്കും, മാറെന്നാണ് പറയുന്നത്. ഒരു മാറ് 26 മാറ് കറക്റ്റായിട്ട് നമ്മൾ വടയിൽ ഇടുകയാണെങ്കിൽ ആ ഉടക്കിൽ പിടിക്കും. താഴ്ച, അതെ. അളന്ന് വെള്ളം അളന്ന് നോക്കും നമ്മൾ. റോപ്പുണ്ട്, ടങ്കീസ്. ഇപ്പം ടങ്കീസാ, അന്ന് റോപ്പാ. അത് ബെയ്റ്റ് നമുക്ക് ഈ കിട്ടും. പിന്നെ ഇതുണ്ട് മണി, ഇരുമ്പ് കട്ട് ചെയ്യാതെ സ്കൈലാവ് പോയിരിക്കുന്ന ഇരുമ്പ് കട്ടി നമുക്ക് വാങ്ങിക്കാം. അതിപ്പോഴും കിട്ടും. അതേ റോപ്പിന്റെ തലപ്പിലിട്ട് എറിഞ്ഞു വിടുക. ഒരാള് ബോട്ടിന്റെ മേളിൽ കയറി എന്നിട്ട് എറിഞ്ഞു വിടും. അത് എറിഞ്ഞു വിടുമ്പോഴത്തേന് നമുക്കൊരു 40 മാറ് വെള്ളം വരെ കിട്ടും. 40-45 വരെയൊക്കെ കിട്ടും. പിന്നെ അങ്ങോട്ട് കിട്ടത്തില്ല. നമുക്ക് ഉദ്ദേശം കിട്ടും. ഇവിടെ ഉടക്കുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇന്നലെ ചരക്ക് പെട്ട സ്ഥലമാണ് എന്നൊക്കെ നമുക്കൊരു ഉദ്ദേശം കിട്ടും. പണ്ടൊക്കെ അങ്ങനെ. ഇപ്പൊ എല്ലാം GPS, ഗ്ലാസ്സിനകത്ത് മീൻ കൂടുന്നതിലൊക്കെ നോക്കിക്കുന്നതാണ്. ആളുകൾ മുങ്ങിപ്പോകുന്നത് എന്ന് പറയുന്നത് പിന്നെ ഈ നമ്മൾ പോകുന്ന ബോട്ടിനകത്ത് വലയുണ്ടല്ലോ, വല. ചിലപ്പം ബോട്ടിന്റെ വല തന്നെ ഈ അടിയിൽ വന്ന് പെപ്പിളറിൽ ചുറ്റും. അല്ലാതെ ഒഴി വരുന്ന റോപ്പുകൾ ചുറ്റും. അത് കണ്ടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുങ്ങിപ്പോയി ചില മണിക്കൂറുകളൊക്കെ ഇരുന്നാൽ വെള്ളത്തിനടി ഇരിക്കാന്ന് പറഞ്ഞാൽ പിന്നെ പലകയുണ്ട്. പെപ്പിളറിന്റെ ഇപ്പുറത്തെ പലകയുണ്ട്. പലകപ്പുറത്ത് നമുക്ക് കയറിയിരിക്കും. അപ്പുറം ഇപ്പുറം കാലിട്ടിട്ട് ഇരുന്നിട്ട് കുത്തി എടുക്കും. അല്ലാതെ സ്റ്റീൽ റോപ്പ് തന്നെ ചുറ്റിയിട്ടുണ്ട്. അന്നേരം സ്റ്റീൽ റോപ്പ് ചുറ്റുമ്പോഴത്തേനും നമ്മൾ അകത്ത് ഇഞ്ചൻ കള്ളിയിൽ ഇറങ്ങി ഷാഫ്റ്റ് അഴിച്ച് പുറകോട്ട് തെല്ലിയിട്ട് ചുറ്റിളക്കി എടുക്കും. പക്ഷി, കരടൻ, കാക്ക അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മീൻ കിടക്കുന്ന സമയത്ത് വന്ന് വീഴും, കൊത്തിയെടുക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇവിടെ മീനുണ്ടെന്നുള്ളത്. രാജാവ് എന്ന് പറയുന്ന, ആനയെന്ന് പറയുന്ന ഒരാളെയാണ്. അത് ഈ ചെറിയ മത്സ്യം കിളയോട് വരുമ്പം അതിന് തീറ്റ എടുക്കാൻ വേണ്ടി അതിന്റെ കൂടെ വരുന്ന അതൊരു അടയാളം എന്ന് പറഞ്ഞാൽ നമുക്ക് മത്തി, ഇപ്പം ചാളയെന്ന് പറയും. ഇത് ഇങ്ങനെ വരുമ്പോൾ കണ്ടമാനം വരും ഒഴി. അപ്പൊ അതിനെ എടുക്കാൻ വേണ്ടി അതിന്റെ പുറവ് നിൽക്കുക ഇയാള്. അത് വാ തുറന്നു കൊടുത്താൽ ഒരു വണ്ടി കയറാനുള്ള സാധനം അതിന്റെ വായിലോട്ട് കയറും. അപ്പൊ നമ്മുടെ വലയൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിപ്പോവും, അല്ലെങ്കിൽ നിൽക്കത്തില്ല. വേറെ ഒന്നുമില്ല. ആനയാണ് ഏറ്റവും വലിയ രാജാവ് എന്ന് പറയാം. പന്നിയൊക്കെ നമുക്ക് ഇവിടെ കിടന്ന് കളിക്കുന്ന സാധനം, അത് വലിയ. ഇപ്പൊ പ്രകൃതിയുടെ മാറ്റങ്ങൾ, പഴയ രീതിയല്ലല്ലോ. പഴയെന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ മാത്രമേ നമുക്ക് കാലവർഷമുള്ളൂ. ഇപ്പം പ്രതീക്ഷിക്കാതെ തന്നെ എപ്പോഴും കാലവർഷവും ചുഴലിയും വരുന്നുണ്ടല്ലോ. അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങൾ കടലിലുണ്ട്. കടലിൽ മാറ്റമുണ്ട്. കടലിൽ ഇതുവരെ ഇത് കരം മറിയും. ഉരുട്ടെന്നാ പറയുന്നത്. വെള്ളം ഉരുട്ടുണ്ടാവും, മനസ്സിലായി. ചുഴലി പിടിച്ച് ചിറ്റത്തില്ലേ എന്നാണൊക്കെ അടിത്തട്ടിൽ ഉരുട്ടുണ്ടാവുമ്പോൾ നമുക്കൊന്നും കിട്ടത്തില്ല. നമ്മളിടുന്ന വലയെല്ലാം തെർത്ത് പന്ത് കണക്ക് വരും. ഇപ്പോഴും ഉണ്ട്, അത് ഉരുട്ടുണ്ട്. പ്രതീക്ഷിക്കാതെ ചുഴലിയൊക്കെ വരുന്ന സമയത്ത് ഉരുട്ടുണ്ടാവും. അപകടം വരാൻ പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സർക്കാരിന്റെ സംവിധാനം മാത്രമേ ഉള്ളൂ. പാമ്പ് കെട്ട് വീണ് കിടക്കുന്ന അത് ഇഷ്ടം പോലെ ഉണ്ട്. അത് ഞങ്ങൾ വലയിലൊക്കെ കയറുമ്പോൾ ഞങ്ങളിങ്ങനെ കൈക്ക് പിടിച്ചിട്ട് എടുത്തെറിഞ്ഞോളെ, തൂക്കിയെടുത്തെറിഞ്ഞോളെ. കോടാലി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, കോടാലി. അതാണ് ഏറ്റവും കൂടുതൽ കടലിലെ വിഷമുള്ള പാമ്പ്, കോടാലി. അതിന്റെ തലയെന്ന് പറഞ്ഞാൽ ഒരു ഇത്രയേ കാണത്തുള്ളൂ. കറുപ്പായിരിക്കും, നല്ല കറുപ്പ്. ഇത് വാല ഏതാ തലയാന്ന് നമുക്ക് അറിയാൻ പറ്റും. സൂക്ഷിച്ചു നിന്ന് എടുത്താലേ ഉള്ളു. അത് കൊത്തിയ അപ്പോഴേ പോവും. അതാണ് കോടാലി. വിഷം അതൊക്കെ ഈ മറ്റു പാമ്പുകൾക്കൊന്നും വലിയ വിഷമൊന്നുമില്ല കടലിൽ. ഈ കോടാലി എന്ന് പറയുന്ന സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ വിഷമുള്ളത്. നമ്മൾ കരയെ പോലല്ല. കടലിൽ ഒരുപാട് പാമ്പുകളുണ്ട്, പക്ഷെ അതൊന്നും വലിയ വിഷമുള്ളതല്ല. വലുത്ത പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും കൈക്ക് പിടിച്ചൊക്കെ എടുത്ത് ചുമ്മാ തൂക്കിയെടുത്തെറിഞ്ഞോളെ. പിന്നെ എല്ലാം ധൈര്യമാണ്. പേടിച്ചാലൊന്നും ഒരു ജോലിയും ചെയ്യാനൊക്കത്തില്ല. പ്രത്യക്ഷ എന്ന് പറയാൻ നമുക്ക് തെക്കുന്ന് കാറ്റുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു 10-10:30 ആയപ്പോഴത്തേനും തെക്ക് പടിഞ്ഞാറുന്ന ചെറിയൊരു നേരിയ കാറ്റ്. ഞങ്ങളൊക്കെ അന്ന് തോട്ടപ്പള്ളി പോലെ, കായംകുളം, ആലപ്പുഴ പോലൊക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഇവിടെ നിന്ന് ബോട്ടുകാർക്കൊക്കെ അത് അനുഭവപ്പെട്ട്. എന്നിട്ട് തിര പൊങ്ങി, ഇത്ര അടിയോളം മേളിലോട്ട് പൊങ്ങിയിട്ട് അവിടെ തന്നെ കമന്ന് വീണു. ഇപ്പൊ തിര വീഴുന്നില്ല. അങ്ങനെ അവിടെ വീണപ്പോൾ ഈ അടുത്ത് നിന്ന ആളുകളെല്ലാം പൊടിയകത്ത്. ദൂരെയൊക്കെ നിന്നവരൊക്കെ ഒരുപാട് അനുഭവിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇത് അറിഞ്ഞിട്ട് ഈ ബോട്ടിനകത്ത് തിര വന്ന് മറിഞ്ഞ് വീണ് ബോട്ടിൽ കിടന്ന ചരക്ക് ഒഴുകിപ്പോയി. അങ്ങനെയൊക്കെ ഞങ്ങൾ ഓടി രക്ഷപ്പെട്ട്. അന്ന് ഓടിയെന്ന് പറഞ്ഞാൽ ഓടി എത്തിക്കിട്ടാതെ തന്നെ പലരും
ആ ഹാർബറിന്റെ വാതിക്ക ബോട്ട് കണ്ടമാനം കണക്കില്ലാതെ ആളുകൾ പോയി അന്നൊക്കെ. അതിന് ഇപ്പോഴും സർക്കാർ കണക്കില്ല എത്ര ആൾ പോയി. ഈ വീട്ടിൽ നിന്നൊക്കെ ഈ പിന്നെ ഓണത്തിന് മാത്രം വീട്ടിൽ പോകുന്ന ചില ആളുകളുണ്ട്. ഈ പാനാവള്ളി, കിഴക്ക്, കുമ്പളം, കാഞ്ഞങ്ങ അവിടെയൊക്കെ ഉള്ള ആളുകളൊക്കെ വരും ജീവിക്കാൻ വേണ്ടി. അന്ന് ജോലിക്ക് വരും, വേറെ ഒരു ജോലിയില്ല ഇവിടെ വരും. അപ്പം അങ്ങനെയൊക്കെ വരുന്നവരെന്ന് പറയാൻ ഈ ഓണം അടുപ്പിച്ചാണ് അവർ കിട്ടിയ കാശും ശേഖരിച്ച് വെച്ചിട്ട് പോകുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ വന്നവർ കണ്ടമാനം. ഇന്നും സർക്കാരിന് അത് കണക്കില്ല, എത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ചെടികളാണ്, ചെടി ഇതുപോലെയുള്ള ചെടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പലവിധ ചെടികളൊക്കെ ഉണ്ട്. അത് നമുക്ക് കര കൊണ്ടുവന്നാൽ അത് വളർത്താനൊന്നും പറ്റത്തില്ല. പിന്നെ ഈ കാഴ്ചയ്ക്ക് പെയിന്റ് ചെയ്ത് വെക്കാൻ പറ്റും, അതിപ്പോഴും ഉണ്ട്. ഒരു സൈസ് പുല്ലുണ്ട്, അത് പെയിന്റ് ഡിസൈൻ ചെയ്ത് വെക്കാം നമുക്ക്. പൊറ്റുണ്ട്, പൊറ്റ് നമ്മുടെ ഈ കല്ലിൽ പിടിക്കുന്ന ചിപ്പി കണക്ക് തന്നെ, മുരിങ്ങ, ചിപ്പി, അതൊക്കെ തന്നെ. വേറെ പൊറ്റൊന്നുമില്ല. കക്കാപ്പൊടി, അതെ. മുട്ടയിടുന്ന അവർക്ക് അവരുടേതായ സമയങ്ങളാകുമ്പോൾ അവർ വന്ന് മുട്ടയിട്ടിട്ട് പോകും. മുമ്പ് ആമയെന്ന് പറയുന്ന സാധനം ഉണ്ടായി, ഇപ്പൊ ഇല്ല. ആമ 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 നിരോധനമാണല്ലോ ഇപ്പൊ സർക്കാർ. അതായത് ആമകൾ കയറി കല്ലില്ലാത്തടുത്ത് മുട്ട ഇട്ടിട്ട് ഒഴുകി പോകും. നമ്മൾ നടന്നു പോകുമ്പം ആ കുഴിക്കകത്ത് നമ്മൾ ചെന്ന് ചിലപ്പോൾ വീഴും. അപ്പൊ നമ്മൾ എടുക്കുമ്പോഴത്തേന് കുഴിച്ചെടുക്കുമ്പോൾ 100 മുട്ട 101 മുട്ടയൊക്കെ കാണും. ഇപ്പൊ കല്ലുള്ളത് കൊണ്ട് മുട്ട ഇടുന്നില്ല, ഇവിടെ ഒന്നും വരുന്നില്ല. ഈ കല്ലില്ലാത്ത സ്ഥലത്തൊക്കെയാണ് ചില സമയത്ത് കയറും. ആ ഈ പാറ നമ്മുടെ സീബാളിട്ടേക്കുന്നില്ല, സീബാളിട്ടേക്ക് ഇല്ല ഇല്ല, മുട്ട ഇടുന്നില്ല ഇപ്പൊ. അവര് ഈ പാറ ഇല്ലാത്ത സ്ഥലത്താണ് ഇപ്പൊ മുട്ട ഇടുന്നത്. മുട്ട ഇടുന്നുണ്ട്, ആ സമയത്ത് വന്ന് മുട്ട ഇടും. ഇതിപ്പോ വന്നിട്ട് ഞങ്ങളുടെയൊക്കെ കൊച്ചുപ്രായം പോലെ ഉണ്ട്. ഞങ്ങളൊക്കെ കടലിലെ പണിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഉണ്ട്. മുട്ട ഇടലില്ല, ആമ വരുന്നില്ല. പിന്നെ സർക്കാർ നിരോധിച്ചല്ലോ, ആമയുടെ ഈ കൊതുക് ശല്യം ഒക്കെ വന്നപ്പോഴത്തേന് ആമയെ പിടിക്കരുതെന്നുള്ള ഇത് വന്നു. ആമയെ പിടിച്ച ശിക്ഷയാ. മുമ്പ് ആമയൊക്കെ പിടിച്ച് കണ്ടിച്ചൊക്കെ കറി വെക്കുമായിരുന്നു, വലയിൽ കയറുമ്പോഴേ കൊണ്ടുവന്ന് കറി വെക്കും. ഇപ്പൊ ഇല്ല അങ്ങനെ. അവർക്കൊരു സമയമുണ്ട്, മുട്ട ഇടേണ്ട സമയത്ത് അവർ തനിയേങ്ങി വരും, കര വന്ന് മുട്ട ഇട്ടിട്ട് അങ്ങ് പോകും. ഒന്നുമില്ല, ഒരു കാരണങ്ങളും ഇല്ല. ഫീലിംഗ് പാടില്ല, കടലിലെ പണിക്ക് ഫീലിംഗ് പാടില്ല. ഫീലിംഗ് ആണെങ്കിൽ നമുക്ക് കടലിലെ പണിക്ക് പോകാൻ പറ്റത്തില്ല, അപകടം പിടിച്ച പണിയാണ്. കടലിലെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പോകുന്നു, തിരിച്ചു വരണമെന്നില്ല, പല അപകടങ്ങളും ഉണ്ട്. പിന്നെ ഈ പ്രകൃതി മാറുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, കാറ്റ് വരുന്നു അല്ലെങ്കിൽ ഒരു അപകടമാണ് എന്നൊക്കെ അറിയാൻ സാധിക്കും, അല്ലാതെ പ്രത്യേകിച്ചൊന്നും. അതെ, അത് കടലിലെ പണിക്കാർക്ക് അറിയാം. ഈ വെള്ള വലുവിന്റെ അനുസരിച്ച് നീര് മാറും. നീര് മാറുമ്പോൾ അറിയാം നമുക്ക്. ഇപ്പൊ തെക്ക് പടിഞ്ഞാറെന്ന് കോള് വരും, ആ കോളെന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കും, ഒരു 5-6 ദിവസം ചിലപ്പോൾ നിൽക്കും. അതേസമയം വടക്ക് പടിഞ്ഞാറെന്ന് വരുന്നത് 2-3 ദിവസം നിൽക്കും. അപ്പൊ അങ്ങനൊക്കെ ഉള്ള ആ ഒരു സംവിധാനമുണ്ട്. വെള്ളത്തിന്റെ നിറവാണ് അത്. ഈ പടിഞ്ഞാറ് ഉൾക്കടലിലെ വെള്ളം കിഴക്കോട്ട് തെള്ളും, അത് ഒരു നീരിന്റെ അടിസ്ഥാനം. ഈ നീര് കിഴക്കോട്ട് നേരെ തെള്ളുകയാണെങ്കിൽ ആ വെള്ളം ഇങ്ങ് പോയി. അത് നീലയുണ്ട്, ചുവപ്പ് കളറുണ്ട്, അല്ല ഇപ്പൊ നമ്മൾ കാണുന്ന ഉള്ള കളറുണ്ട്, 2-3 കളർ കാണും. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ കാണുന്ന കണക്കല്ല പടിഞ്ഞാറ് ഉൾക്കടലിൽ പോകുന്നത്, അവിടെ നീല കളറായിരിക്കും. മീനുകൾക്ക് വ്യത്യാസം ഉണ്ടാവും, വെള്ളം തെളിച്ചം ഉണ്ടാവും, കലക്കൽ വെള്ളം ഉണ്ടാവും. തെളിച്ച വെള്ളമാകുമ്പോൾ മീൻ നിൽക്കത്തില്ല, പെട്ടെന്ന് ഓടി മാറും. കലക്കൽ വെള്ളമാണെങ്കിൽ മീൻ നിൽക്കും. ഇപ്പൊ അവർക്ക് കഴിക്കാനുള്ള ആഹാരം ഈ കലക്കലിനകത്തും ഉണ്ടാവും. അതിനകത്ത് നമുക്കിപ്പോ പറയാൻ പറ്റത്തില്ല, എല്ലാ സൈസ് മീനും കിട്ടും. അന്ന് ഈ പൊടിമീനൊന്നും കിട്ടത്തില്ല, പൊടിമീനൊക്കെ കിട്ടുന്ന ഇപ്പോഴാ. അന്ന് എല്ലാം വലിയ മീൻ തന്നെ കിട്ടുന്നത്. കരിക്കാടി മുതൽ മേളിലോട്ട് കൊഞ്ച് ഐറ്റംസ്, കരിക്കാടി, കഴുന്തൻ, പൂവാലൻ, ഇങ്ങനൊക്കെയുള്ള സാധനങ്ങൾ കിട്ടും. ഇപ്പം പിന്നെ ടൈഗർ, ഓവി എന്നും പറഞ്ഞൊരു സൈസ് സാധനം ടൈഗർ, നൈറ്റില് വരും. അത് നൈറ്റിലാ, നമ്മുടെ പുലിയുടെ കളറാണ്. അതിന് ഏറ്റവും കൂടുതൽ വില, എക്സ്പോർട്ടിങ് ഒക്കെ ഭയങ്കര വിലയാണ് ടൈഗർ. അത് രാത്രി കിട്ടുന്നതാണോ, പകല് കിട്ടത്തില്ല. രാത്രി നമ്മൾ വലയിടുകയാണെങ്കിൽ രാത്രി കിട്ടും. രാത്രി പകല് കിട്ടുന്നതും രാത്രി കിട്ടുന്നതുമായിട്ട് വ്യത്യാസമുണ്ട് മീൻ. പകല് കിട്ടുന്ന മീൻ രാത്രി കിട്ടത്തില്ല, അത് രാത്രി കിട്ടുന്ന മീൻ വേറെയുണ്ട്. അത് വെള്ളത്തിന്റെ നീരിന്റെ അനുസരിച്ച്